കെഎസ്ആർടിസി ബസ്സിൽ പാമ്പിനെ കൊണ്ടുവന്നതിന് 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഡ്രൈവർ ജീവൻ ജോൺസൺ, കണ്ടക്ടർ CP ബാബു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബംഗളൂരു തിരുവനന്തപുരം ബസ്സിൽ കഴിഞ്ഞ 21-നാണ് പാമ്പിനെ കൊണ്ടുവന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സനൂപ്, ഇതെങ്ങനെ യാത്രക്കാരൻ കൊണ്ടുവരികയായിരുന്നോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ഡ്രൈവർ വഴി ഇങ്ങോട്ട് കൊടുത്തയക്കുകയായിരുന്നോ? എന്താണ് ഇത് സംഭവം? അമൃത, ഈ മാസം 20-ന് ബംഗളൂരിൽ നിന്ന് ഈ KSRTC ജീവനക്കാരുടെ കൈവശം ഈ വസ്തു കൊടുത്തു വിടുകയായിരുന്നു. 21-ാം തീയതിയാണ് ഇത് തിരുവനന്തപുരത്ത് എത്തുന്നത്. ബംഗളൂരു തിരുവനന്തപുരം സ്കാനിയ ബസ്സിലായിരുന്നു ഈ സംഭവം നടന്നത്. ഈ രഹസ്യ വിവരത്തെ തുടർന്ന് KSRTC വിജിലൻസ് വിഭാഗമാണ് ഇത് പരിശോധന നടത്തിയത്. വിജിലൻസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ബസ്സിൽ ഈ സാധനം പിടികൂടുന്നത്. ഈ 21-ാം തീയതി ബസ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ രഹസ്യ വിവരം കിട്ടിയിരുന്നു. ആ രഹസ്യ വിവരം എന്ന് പറഞ്ഞാൽ അത് മദ്യം കടത്തുന്നു എന്നുള്ള ഒരു വിവരമായിരുന്നു. തുടർന്നാണ് ഈ ബസ്സിന്റെ പുറകെ ഈ സംഘം പോവുകയും ഈ ഉടമസ്ഥന് കൈമാറാൻ പോകുന്ന സമയത്ത് തിരുവനന്തപുരം തൈക്കാട് വെച്ച് ഇത് പിടികൂടുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ KSRTC വിജിലൻസ് വിഭാഗം ഈ കൊണ്ടുവന്ന ആ ബോക്സുമായിട്ട് നേരെ തമ്പാനൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ തുറക്കുമ്പോഴാണ് ഇതിൽ പാമ്പായിരുന്നു എന്നുള്ള കാര്യം പുറത്ത് മനസ്സിലാവുന്നത്. ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്? ഇതിനകത്ത് പാമ്പായിരുന്നു എന്നുള്ള കാര്യം ജീവനക്കാർക്ക് അറിയാമായിരുന്നില്ലേ? വിഷമില്ലാത്ത വളർത്തു വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ്. ഈ ബംഗളൂരിൽ നിന്ന് ഒരാൾ കൊടുത്തുവിട്ടതാണ്. ഇവിടെ വന്ന് ഇത് അതിന്റെ ഉടമസ്ഥൻ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെ ഒരു ഉടമസ്ഥൻ വന്ന് വാങ്ങിക്കാൻ എത്തിയപ്പോൾ തന്നെയാണ് KSRTC വിജിലൻസ് വിഭാഗം ഇത് പിടികൂടുന്നതും. നിലവിൽ KSRTCയുടെ നിയമപ്രകാരം ഈ ബസ്സിൽ പാമ്പിനെ കൊണ്ടുവരുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഫലം മോഹിച്ചാണ് ബസ്സിലെ ജീവനക്കാർ ഈ പാമ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ഒത്താശ ചെയ്തു എന്ന അടിസ്ഥാനത്തിലാണ് 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത്. KSRTCയിലെ ഡ്രൈവറായിട്ടുള്ള ജീവൻ ജോൺസൺ, അതുപോലെ കണ്ടക്ടർ CP ബാബു എന്നിവർക്കാണ് സസ്പെൻഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന പോലെ പ്രതിഫലം മോഹിച്ചാണ് ഇവർ ഈ പാമ്പിനെ ഈ KSRTC ബസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു എന്നുള്ള വിവരം KSRTC വിജിലൻസ് വിഭാഗത്തിന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് അവർ എഴുതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച ഗുരുതരമായ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ സസ്പെൻഷനിൽ ഒതുങ്ങുമെന്നാണോ കരുതേണ്ടത്, അല്ല കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? നിലവിൽ പ്രാഥമികഘട്ട അന്വേഷണത്തിൽ തന്നെ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ കൂടി ഇതിനു മുമ്പും ഇത്തരത്തിൽ സാധനങ്ങൾ ഈ പ്രതിഫലം മോഹിച്ച് കടത്തിയിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം KSRTCക്ക് തന്നെ ഒരു കൊറിയർ വിഭാഗമുണ്ട്. അതെല്ലാം അവർക്കെല്ലാം നഷ്ടം വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിൽ KSRTC എന്തായാലും കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.